ഹലോ ഗായ്സ് യെസ് എടാ നമ്മളെ 7th ചാപ്റ്റർ ഇപ്പോഴും പലർക്കും ബാലി കയറാൻ മലയാണ്. അത് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യണം. 7th ചാപ്റ്ററിൽ ഒരുപാട് വായിക്കാനുണ്ട്, അതുകൊണ്ട് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെ കൂട്ടുള്ള ധാരണ നിങ്ങൾ പേടിക്കേണ്ട. വെറും 8 ടോപ്പിക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഈ 8 ടോപ്പിക്കിലൂടെ നമുക്ക് ഈ 7th ചാപ്റ്റർ സിമ്പിളായിട്ട് കവർ ചെയ്യാൻ പറ്റും. വളരെ കുറഞ്ഞ സമയം മതി. നോക്കിയോ, ആദ്യം നമ്മൾ പഠിക്കുക എന്താ അറിയോ, ഫ്യൂവൽസ്, ഇന്ധനങ്ങളെ കുറിച്ചാട്ടോ. ഇന്ധനം റെഡി. ഇന്ധനങ്ങൾ എത്രയൊക്കെ എക്സാമ്പിൾസ് നിങ്ങൾ ഓരോന്നും ഇങ്ങനെ ഒന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ അറിയാമെന്ന്. ഫ്യൂവൽസിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെ? ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാം. പെട്രോൾ, ഡീസൽ അല്ലേ, കുറേ എണ്ണം, കോള്, അങ്ങനെ പോകും അല്ലേ. റെഡി. അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് കംപ്ലീറ്റ് ആൻഡ് പാർഷ്യൽ കമ്പഷനാണ്. ഭാഗിക ജ്വലനവും പൂർണ്ണ ജ്വലനവും. എന്താ ആലോചിച്ച് നോക്കിയേ, ഇതിൽ ആരാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുക? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പാർഷ്യൽ കമ്പഷൻ, ഭാഗിക ജ്വലനാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുക. നമുക്ക് ഏറ്റവും താല്പര്യം ഏതാ? കംപ്ലീറ്റ് കമ്പഷനാണ്. അപ്പോൾ അതിൻ്റെ ഉപകാരങ്ങൾ ഏതൊക്കെ? ഫ്യൂല് നന്നായിട്ട് കത്തും, വേസ്റ്റേജ് കുറയും, പുക കുറവായിരിക്കും എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് അതിൻ്റെ ഓപ്പോസിറ്റ് പാർഷ്യൽ എഴുതിയാൽ പോരെ. കാർബൺ മോണോക്സൈഡ് കംപ്ലീറ്റ് കമ്പഷനിൽ ഉണ്ടാവില്ല. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഗുഡ് ഫ്യൂവൽ എന്നതിൻ്റെ പ്രത്യേകത. ഒരുപാട് ഇന്ധനങ്ങളുണ്ട്, അതിൽ ഗുഡ് ഫ്യൂവൽ, ഒരു നല്ല ഇന്ധനം എന്ന് പറയാൻ, ഫ്യൂവൽ എന്ന് പറയാൻ എന്തൊക്കെ വേണം? ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമുക്ക് എളുപ്പത്തിൽ അവൈലബിൾ ആയിരിക്കണം, സ്റ്റോർ ചെയ്യാൻ പറ്റണം, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റണം, ചിലവ് കുറയണം, പൊല്യൂഷൻ കുറയണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് ഓർമ്മ വന്നല്ലോ. റെഡി. അടുത്ത കലോറിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഡെഫിനേഷൻ ഒന്ന് ആലോചിച്ച്, വീഡിയോ പോസ്റ്റ് ചെയ്തൊന്ന് ആലോചിച്ച് അറിയാത്ത ആൾക്കാർ ആ ഡെഫിനേഷൻ പഠിക്കണം കേട്ടോ. കലോറിക് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ഫ്യൂവലിനെ കത്തിച്ചാൽ കിട്ടുന്ന ചൂടിനെ വിളിക്കുന്ന പേരാണ് കലോറിക് വാല്യൂ. അതൊന്ന് ഓർത്ത് വെക്കണേ. രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത് കോൾ, കൽക്കരിയെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോസിൽ ഫ്യൂൽസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരിയാണ്. എത്ര ടൈപ്സ് ഉണ്ട് ഒന്ന് ആലോചിച്ചേ, വീഡിയോ പോസ്റ്റ് ചെയ്ത് ആലോചിച്ചേ. 4 ടൈപ്പ് അല്ലേ. ഏതൊക്കെ? PT, ലിഗ്നൈറ്റ്, ആൻഡ്രസൈറ്റ്, ബിറ്റുമിനസ്, കോൾ. അതേപോലെ തന്നെ ഡിസ്റ്റിലേഷൻ, സ്വേദനം ചെയ്താൽ, ഓക്സിജൻ ഇല്ലാതെ സ്വേദനം ചെയ്താൽ കിട്ടുന്ന 4 പ്രൊഡക്ട്സ് ഉണ്ട്. കോക്ക്, കോൾട്ടാർ, കോൾ ഗ്യാസ്, അമോണിയ. ഓർമ്മണ്ടോ? അതും ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ, അത് പ്രത്യേകം പഠിച്ചേക്കാം. പിന്നെ കോളിൻ്റെ പ്രധാന ഘടകം ഏതാ? കോളിൻ്റെ പ്രധാന ഘടകം കാർബൺ ആണെന്ന് കൂടി ഓർത്ത് വെക്കട്ടോ. അത്ര പഠിച്ചാൽ മതി അവിടെ നിന്ന്. ഇനി നമുക്ക് LNG, CNG, LPG മൂന്നും പഠിക്കാം. അതിൻ്റെ ഫുൾ ഫോമുകൾ പഠിക്കണം. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അടുത്ത അതിൻ്റെ മെയിൻ കമ്പണൻസ്. NG കണ്ടാൽ നാച്ചുറൽ ഗ്യാസ് ആണ്, അത് മീതെയിൻ ആട്ടോ. അപ്പോൾ LNG, CNG എന്താണ്? മീതെയിനാണ് മുഖ്യ ഘടകം, മെയിൻ കമ്പണൻറ്റ്. LPGയിൽ എന്തായിരിക്കും? പെട്രോളിയം ഗ്യാസ്, ബ്യൂട്ടൈനാണ്. ബ്യൂട്ടൈന് സ്മെല്ലുണ്ടോ? ഇല്ല. കളറുണ്ടോ? ഇല്ല. അപ്പോൾ ലീക്കായാലും അറിയോ? ഇല്ല. അപ്പോൾ LPG നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു കളർ സ്മെല്ല് ആഡ് ചെയ്യും, ആർട്ടിഫിഷ്യൽ ഓഡോർ സ്മെല്ല് ആഡ് ചെയ്യും. അതിൻ്റെ പേരെന്തായിരുന്നു? ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്തേ. ആർട്ടിഫിഷ്യൽ സ്മെല്ലിൻ്റെ പേരെന്താ? LPGയിലെ ഇഥൈൽ മെർക്യാപ്റ്റൻ. കമൻറ്റ് ചെയ്ത് വിചാരിക്കുന്നു. ഇനി LPG സേഫ്റ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ ചോദിക്കട്ടെ, A25 എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നാ? എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസങ്ങളാണ്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ മാർച്ച് 2025 എക്സ്പയറി. ഈ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. റെഡി. അപ്പോൾ നമ്മൾ നെക്സ്റ്റിലോട്ട് നമ്മൾ സമയം കളയുന്നില്ല കേട്ടോ. ബയോമാസ് ആണ്. ഒരിക്കലും ജീവൻ ഉണ്ടായിരുന്നു, പിന്നെ ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ എന്താണ്? ബയോമാസ് എന്ന് പറയാം അല്ലേ. അവശിഷ്ടങ്ങളാണ്, ജീവനുള്ളവരെ അവശിഷ്ടങ്ങളായിരുന്നു. എക്സാമ്പിൾസ് ഏതൊക്കെ? വിറക്, ചിരട്ട, ചകിരി, ഈ സാധനങ്ങളൊക്കെ എഴുതാൻ പറ്റും കേട്ടോ. ഇനി ഈ ബയോമാസിന് ഉപയോഗിച്ച് നമുക്ക് എന്ത് ഉണ്ടാക്കാം? ബയോഗ്യാസ് ഉണ്ടാക്കാം. ബയോഗ്യാസിൻ്റെ മുഖ്യ ഘടകം മീതെയിൻ ആണ് കേട്ടോ. മുഖ്യ ഘടകം എന്താണ്? മീതെയിൻ. മെയിൻ കമ്പോണന്റ് മീതെയിൻ ആണ്. റെഡി. അടുത്ത് പവർ സ്റ്റേഷനിൽ പോയാൽ നമുക്ക് 3 പവർ സ്റ്റേഷനാണ് പഠിക്കാനുള്ളത്. ഹൈഡ്രോ ഇലക്ട്രിക്, തെർമൽ, ന്യൂക്ലിയർ അല്ല, വൈദ്യുത ജല പദ്ധതി, തെർമലിൻ്റെ എന്തെങ്കിലും താപവൈദ്യുത നിലയം, ന്യൂക്ലിയർ. അപ്പോൾ ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഇവിടുത്തെ എനർജി ചേഞ്ചാണ്. ഇവിടുത്തെ ഊർജ്ജ മാറ്റം, എനർജി ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഏതാണെങ്കിലും അതിൻ്റെ അവസാന സ്റ്റെപ്പ് മെക്കാനിക്കൽ എനർജി എന്താക്കുകയാണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്. ഏത് പവർ പ്ലാന്റ് ആണെങ്കിലും അതിൻ്റെ അവസാന സ്റ്റെപ്പ് എന്തായിരിക്കും? മെക്കാനിക്കൽ എനർജി, യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജാക്കുന്നതായിരിക്കും. ഓർക്കണേ. അപ്പോൾ എല്ലാത്തിൻ്റെ അവസാന സ്റ്റെപ്പ് ഇതാ, കാരണം അവിടെ ജനറേറ്റർ ഉണ്ട്. ഇനി ഹൈഡ്രോ ഇലക്ട്രിക്കൽ എന്തായിരിക്കും? ഹൈഡ്രോ ഇലക്ട്രിക് നിങ്ങൾ ആലോചിച്ചേ, വെള്ളം സ്റ്റോർ ചെയ്യുന്നതിന് പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജ്ജമാണ്, അത് ഗതികോർജ്ജാക്കുന്നു. അത് വെച്ച് നമ്മൾ ജലചക്രം കക്കുന്നു, മെക്കാനിക്കൽ എനർജി ആക്കുന്നു, ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു അല്ലേ. തെർമൽ എന്തായിരുന്നു? അവിടെ നമ്മൾ കത്തിക്കുക ചെയ്യുന്നത്, തെർമൽ അല്ല, താപവൈദ്യുത നിലയം. അപ്പോൾ അവിടെ സ്റ്റോർ ചെയ്ത കെമിക്കൽ എനർജി, രാസോർജ്ജം കത്തുമ്പോൾ ചൂടാവും, താപോർജ്ജാവും. അത് നമ്മൾ നീരാവി പ്രൊഡ്യൂസ് ചെയ്തിട്ട് മെക്കാനിക്കൽ എനർജി, അതായത് യാന്ത്രികോർജ്ജാക്കും വൈദ്യോർജ്ജാക്കും. ന്യൂക്ലിയറിലോ? ന്യൂക്ലിയറിൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യം നമ്മളവിടുത്തെ ന്യൂക്ലിയർ എനർജി, ആണവോർജ്ജം എന്ത് ചെയ്യാണ്? താപോർജ്ജം, ഹീറ്റ് എനർജി ആക്കി മാറ്റിയിട്ട് മെക്കാനിക്കൽ എനർജി ആക്കുന്നു, ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു. സോ അവസാനത്തിൽ എല്ലാ സ്റ്റെപ്പും സെയിം ആണ് കേട്ടോ. പിന്നെ ന്യൂക്ലിയറായി ബന്ധപ്പെട്ട് നിങ്ങൾ 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന് ഫിഷനാണ്, ഒന്ന് ഫ്യൂഷനാണ് കേട്ടോ. ഒന്ന് ഫിഷനാണ്, ഒന്ന് ഫ്യൂഷനാണ്. ഫിഷൻ എന്ന് പറഞ്ഞാൽ ആറ്റം ബോംബിൻ്റെ പരിപാടി. വലിയൊരു ന്യൂക്ലിയസ് പൊട്ടുന്ന പരിപാടിയാണ് ഫിഷൻ. അപ്പോൾ വലിയൊരു ന്യൂക്ലിയസ് പൊട്ടിയിട്ട് 2 ചെറിയ ആൾക്കാരാവുന്ന പേരാണ് ഫിഷൻ, ആറ്റം ബോംബ്. ഇനി ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 ചെറിയ ആൾക്കാർ കൂടി ചേർന്ന് വലിയൊരു ന്യൂക്ലിയസ് ആവുന്ന പരിപാടിയാണ് ഫ്യൂഷൻ. അതാണ് എന്ത്? സൂര്യനിലും നക്ഷത്രങ്ങളിലും നടക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടായാലും എന്തുണ്ടാവും? റേഡിയേഷൻ ഉണ്ടാവും. റേഡിയേഷൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ റേഡിയേഷൻ ഒഴിവാക്കി നമുക്ക് സേഫായിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന ഉപകരണങ്ങളുടെ പേരാണ് ന്യൂക്ലിയർ
കമന്റ് ചെയ്ത് പറയാം. ബാക്കി ഫുള്ളൊക്കെ ന്യൂക്ലിയർ റിയാക്ടർ. യെസ്, ഇനി ലാസ്റ്റ് ടോപ്പിക്സ് ആണ്. റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. സോളാറുമായി ബന്ധപ്പെട്ട സോളാർ സെല്ല് നിൽക്കുക നേരെ വൈദ്യുതി ഉണ്ടാക്കും. ഇനി സോളാർ കുക്കർ ആയാലും വാട്ടർ ഹീറ്റർ ആയാലും ചൂട് എന്ത് ചെയ്യും, നേരെ അത് നമുക്ക് അതേപോലെ ഉപയോഗിക്കാൻ പറ്റും. കറണ്ട് ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇനി വിൻഡ്, നമ്മളെ വിൻഡ് മില്ലൊക്കെ. വിൻഡ് മില്ലുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിൻഡ് മിൽ എന്ന് പറഞ്ഞാൽ കാറ്റത്ത് ഇങ്ങനെ കറങ്ങുകയാണ്. കറങ്ങുമ്പോൾ മെക്കാനിക്കൽ എനർജി ഉണ്ടാവും, യാന്ത്രികോർജ്ജം ഉണ്ടാവും. അത് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. ബേസിക്കലി അവിടെ പൊല്യൂഷൻ ഉണ്ടോ, അത്ര പഠിച്ചാൽ മതി. ഇനി വെള്ളത്തിൽ നിന്ന് ഒരുപാട് വഴികളുണ്ട്. ഒന്ന് ഹൈഡ്രോ ഇലക്ട്രിക് ഡാമിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. മറ്റൊന്ന് വേവ്, തിരമാലയിൽ നിന്നുണ്ടാക്കുന്നു. മറ്റൊന്ന് ടൈഡ്സിൽ നിന്നാക്കുന്നു. ഓഷ്യൻ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ ഒന്ന് സംഭവമുണ്ട്. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കുക, OTEC എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്. ആ പേരൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റ് എന്നുള്ള കാര്യമാണ്. അത് ഇത്ര അറിഞ്ഞാൽ മതി, ജസ്റ്റ് അറിഞ്ഞു നോക്കുക. ഇതിലൊന്നും പൊല്യൂഷൻ ഇല്ല എന്ന് പഠിച്ചു കഴിഞ്ഞാൽ മതി. ഇനി ജിയോ തെർമൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള താപം, ഹീറ്റ് ഉപയോഗിച്ച് നമ്മൾ നീരാവി ഉണ്ടാക്കിയിട്ട് ജനറേറ്റർ ഇറക്കാം കേട്ടോ. ഈ ചാപ്റ്റർ ലാസ്റ്റ് ടോപ്പിക്കാണ് ഗ്രീൻ എനർജി വേഴ്സസ് ബ്രൗൺ എനർജി. ഗ്രീൻ എനർജി ബ്രൗൺ എനർജി സിമ്പിൾ ആടാ. റിന്യൂവബിളില്ലേ, തീർന്നു പോവാത്ത ആൾക്കാരില്ലേ, അവരൊക്കെ എന്താ ഗ്രീൻ എനർജിയിൽ വരും. തീർന്നു പോവുക, ഗ്രീൻ എനർജി ഇല്ല. അപ്പോൾ കാറ്റ് ഇതാ ഈ പറഞ്ഞ ആൾക്കാർ സോളാർ, വിൻഡ്, വാട്ടർ, ജിയോ തെർമൽ, ബയോഗ്യാസ് ഒക്കെ, ബയോമാസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീനിൽ പെടുത്താം. ബ്രൗണിലോ ഫോസിൽ ഇന്ധനങ്ങളെല്ലാം പെടുത്താം. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, കോളൊക്കെ അവിടെ പെടുത്താം. റെഡി. അപ്പോൾ എക്സാമ്പിൾസ് പഠിക്കുക. ഇനി എന്തുകൊണ്ട് നമ്മൾ ഗ്രീൻ പ്രൊമോട്ട് ചെയ്യുന്നത്? തീർന്നു പോവില്ല. മറ്റൊന്നെന്താ, പൊല്യൂഷൻസും കുറവാണ്. കമ്പാരിറ്റീവ്ലി പൊല്യൂഷൻ നമുക്ക് ഭൂമിക്ക് ഹാനികരമല്ല, പിന്നെ തീർന്നു പോലും അല്ലേ. അപ്പോൾ ഭാവിയുടെ ഊർജ്ജമായിട്ട് നമ്മൾ കാണുന്നത് ഗ്രീൻ എനർജി ആൻഡ് സോളാർ ഒക്കെയാണ് അല്ലേ. ഇനി അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ് എനർജി ക്രൈസിസ്, ഊർജ്ജ പ്രതിസന്ധി. എന്താണ് എനർജി ക്രൈസിസ്? നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വൈദ്യുതി അല്ലെങ്കിൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതാണ് ഊർജ്ജ പ്രതിസന്ധി. അത് പരിഹരിക്കാനുള്ള മെത്തേഡ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 4 അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ചാപ്റ്റർ ഇത്ര നിങ്ങൾ പഠിച്ചാൽ മതി. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ബാക്കി ചാപ്റ്റർ ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ഏത് ചാപ്റ്റർ ആണ് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതേപോലെ വളരെ ക്വിക്കായിട്ട് നമുക്ക് റിവൈസ് ചെയ്യാം.